ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ഹൗസിന് സ്കൂളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് ആരും എണീറ്റില്ല കേട്ടോ. അച്ഛൻ വർക്കിന് പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അമ്മയും ഹൗസെല്ലാം ഉറങ്ങുകയാണ് കേട്ടോ. ഒരു സമയം ഇപ്പോൾ 5:30 ആവും കേട്ടോ. അപ്പോൾ എനിക്കും പുറത്ത് പോകണമായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റു. ഇല്ലെങ്കിൽ 5 മണിക്ക് എണീക്കും. ഇല്ലെങ്കിൽ ചോറൊക്കെ പയ്യെ വെക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ചോറൊക്കെ ഇന്നലെ ഉണ്ടാക്കിയ ചോറ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളച്ചോറായിട്ടോ. നമ്മൾ പാലക്കാട്ടുകാരുടെ പ്രത്യേകതയാണ് വെള്ളച്ചോറ്. വെള്ളം ഒഴിച്ചാൽ പിന്നെ അത് വെള്ളച്ചോറ് തന്നെ. ഞാൻ ചമ്മന്തിയോ മുളകോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി. വലുതായിട്ട് കറിയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം ചോറെല്ലാം ഒരു പാത്രത്തിലേക്കാക്കി പാത്രമൊക്കെ കഴുകാനുണ്ട്. നൈറ്റൊന്നും പാത്രമൊന്നും കഴുകാൻ പറ്റിയില്ലായിരുന്നു. മഴയൊക്കെ ആയിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കഴുകാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ ഗ്യാസിൻ്റെ അവിടെയൊക്കെ മാറ്റേണ്ടതെല്ലാം ചൂടാക്കി വേറെ പാത്രത്തിലെല്ലാം മാറ്റിയിട്ട് ഉള്ള വെള്ളം കൊണ്ട് തുടച്ചെല്ലാം വിട്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എത്ര ജോലി ഉണ്ടെങ്കിലും എനിക്ക് അടുപ്പിൻ്റെ ഗ്യാസിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് എത്ര ജോലി ചെയ്താലും സമാധാനമാവത്തില്ല. പിന്നെ അങ്ങനെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ. വാവസിന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും വേണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അതെല്ലാം നൈറ്റ് തന്നെ വെള്ളത്തിൽ കുതിരാനിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നേരത്തെ കറി വയ്ക്കുമ്പോൾ സെറ്റാവുമല്ലോ, നന്നായി കുതിർന്നിട്ടല്ലോ. പിന്നെ ഒത്തിരി പാത്രം ഉണ്ടായിരുന്നു, മഴയായപ്പോൾ കഴുകാനൊന്നും പറ്റിയില്ല കേട്ടോ. ഞാൻ പാത്രമെല്ലാം കഴുകുന്നത് താഴെ തന്നെ, നമുക്ക് വലുതായിട്ട് കഴുകാനും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. താഴെ വെച്ച് തന്നെയാണ് കഴുകുന്നത്. അപ്പോൾ പിന്നെ അതെല്ലാം കൊണ്ടിട്ടു. എൻ്റെ പൊന്നെ, എന്ത് ജാതി മഴയായിരുന്നു നൈറ്റ്. നല്ല മഴയായിരുന്നു, ഇടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാത്രമൊന്നും കഴുകാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് പരിപാടി വന്നിട്ട് ഗ്രീൻ പീസ് ഞാൻ വേവിക്കാൻ പോവാണ് കേട്ടോ. ഹൗസിന് ഗ്രീൻ പീസ് എന്നൊക്കെ വെച്ചാൽ ഒത്തിരി ഇഷ്ടമാണ്. പച്ചക്കറിയേക്കാളും ഈ ഗ്രീൻ പീസ് കറിയൊക്കെ ചപ്പാത്തിക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം ഞാൻ 2-3 എണ്ണം കഴുകിയിട്ടു. എന്നിട്ട് ഞാൻ കുക്കറിൽ വാരി ഇടുകയാണ് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട്. കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. നമ്മൾ ചട്ടിയിൽ വെക്കുന്നതിനേക്കാളും ഇതാകുമ്പോൾ എളുപ്പത്തിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിൽ വാരി ഇടുകയാണ് കേട്ടോ. ആരും എണീറ്റിട്ടില്ല, അമ്മയും വാവസൊന്നും എണീറ്റില്ല. വാവസ് എണീക്കാൻ 7 മണിയൊക്കെ ആവും. അമ്മ പിന്നെ എണീക്കാൻ ഒരു 6:30 ആവും. പിന്നെ അങ്ങനെ ഞാൻ കുക്കറിൽ വേവിക്കാനായി വെച്ചു കേട്ടോ. പിന്നെ വെള്ളച്ചോറ് ആക്കി വെച്ചത്. പിന്നെ ഞാൻ പാലും മേടിച്ചായിരുന്നു. പാൽക്കാരൻ 5:15 വരായിരുന്നു. അപ്പോൾ പാലും മേടിച്ച് വെച്ചു. എന്നിട്ടാണ് പിന്നെ എൻ്റെ ജോലിയിലൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ ഓരോന്നായി തുടങ്ങിയത് കേട്ടോ. പിന്നെ ചോറും രാവിലെ തന്നെ വെക്കാമെന്ന് തീരുമാനിച്ചു. എനിക്കും പുറത്ത് പോകേണ്ട ഒരു കാര്യമുണ്ട്, ചെറിയ കാര്യമാണ്. കണ്ടോ, ഫുൾ ഇരുട്ടാണ് കേട്ടോ. വെളിച്ചം പോലും കാണുന്നില്ല, കണ്ട പേടിയാവും, ഫുൾ ഇരുട്ടാണ്. പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇവിടെ ആകെ വെള്ളത്തിൻ്റെ ഇതാണ്. വെള്ളമൊക്കെ ആയതുകൊണ്ട് നനഞ്ഞ് കിടക്കാണ് കേട്ടോ. അടുപ്പാകെ കോലാകലം പോലെ കിടക്കുക. പുളിൻ്റെ തോടൊക്കെ വെച്ചിട്ടാണ് ചൂടുവെള്ളം ഒക്കെ ചൂടാക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ എന്തോ പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം അടിച്ച് വിട്ടായിരുന്നു. അടുപ്പിൻ്റെ ആ മേലെ മാത്രം അടിച്ച് വിട്ടുള്ളൂ. താഴെ വെള്ളമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അടിക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ തീയെല്ലാം കത്തിച്ച് വിട്ടായിരുന്നു. എന്നിട്ട് കുറച്ച് പുളിൻ്റെ തോട് വാരിയിട്ട്, പുളിൻ്റെ തോട് പെട്ടെന്ന് കത്തും കേട്ടോ. കൂടുതൽ തീ കെട്ട് പോകത്തില്ല, ഇങ്ങനെ ആ കനലിൽ തന്നെ നിൽക്കും. അപ്പോൾ പുളിൻ്റെ തോട് വെച്ചു. എൻ്റെ ചെറിയമ്മയുടെ വീട്ടിൽ ഒത്തിരി അവർ പുളി മരമുണ്ട്. അപ്പോൾ പിന്നെ അവർ പുളിയൊക്കെ അടിച്ചപ്പോൾ ആ തോട് ഞങ്ങൾക്ക് തരുമായിരുന്നു. അപ്പോൾ പിന്നെ അതെല്ലാം ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മഴക്കാലമൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. പിന്നെ അങ്ങനെ ചോറിന് വെള്ളമെല്ലാം വെച്ചു. പിന്നെ ഉരുളക്കിഴങ്ങ് വെച്ചു കേട്ടോ. ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഹൗസിന് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഗ്രീൻ പീസും വെച്ചാൽ ഇഷ്ടമാണ്. പിന്നെ തേങ്ങയെല്ലാം അച്ഛനാണ് തേങ്ങയെല്ലാം പൊതിച്ച് ഉടച്ച് പോലും തന്നത്. ഞാൻ തേങ്ങ പൊതിന് ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ അധികവും തേങ്ങയൊക്കെ അച്ഛനാണ് പൊതിച്ച് തരാറ്. സപ്പോസ് ടൈമില്ലാന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയാൽ മാത്രമാണ് ഞാൻ പൊതിക്കുന്നത്, ഇല്ലെങ്കിൽ മാക്സിമം അച്ഛനാണ് പൊതിച്ച് തരാറ്. പിന്നെ അങ്ങനെ ഞാൻ നെക്സ്റ്റ് അരി ഇടാൻ പോവാണ് കേട്ടോ. നല്ല വേവുള്ള അരിയാണ്. ഒരു ഏകദേശം 2 മണിക്കൂറൊക്കെ നല്ലപോലെ വേണം, എന്നാലേ ചോറിൻ്റെ രൂപത്തിൽ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ അരി പോലെ തന്നെ ഇങ്ങനെ ഉണ്ടാവും. റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണെന്നാലും നല്ല വേവുണ്ട്. പിന്നെ പൊന്നെ, എന്ത് ചതി വേവാ. നമ്മുടെ ജയ്യരി ഏസ്റ്റ് അതിനേക്കാളും വേവ്. ഇത്രയും നാൾ മേടിച്ചതിനേക്കാൾ ഇതുപോലെ അരി കിട്ടിയിട്ടില്ല കേട്ടോ, അത്രയും വേവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അരി ഇടാമെന്ന് വെച്ചു. പിന്നെ അരി ഇട്ടിട്ട് ബാക്കി ജോലിയെല്ലാം പയ്യെ ചെയ്യാമല്ലോ. ചോറും എല്ലാ പണിയും കഴിയുമ്പോഴത്തേക്കും പിന്നെ ചോറും വെന്ത് കിട്ടും. അപ്പോൾ പിന്നെ അങ്ങനെ അരി ഇട്ടു കേട്ടോ. വേഗം വേകുന്ന അരിയുണ്ട്, അത് ഈവനിങ് ഒക്കെ വെക്കത്തുള്ളൂ. മോർണിംഗ് ഒക്കെ ഈ അരിയാണ് വെക്കുന്നത്. ഉച്ചക്കിലേക്ക് വെക്കുമ്പോൾ വേഗം വേകുന്ന അരി വെക്കത്തില്ല, വേവുള്ള അരി വെക്കത്തുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. 2 തവണ പച്ചവെള്ളത്തിൽ കഴുകി, പിന്നെ എപ്പോഴും ഞാൻ ചോറ് വയ്ക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ അരിയൊക്കെ കഴുകിയിട്ടേ ഇടാറുള്ളൂ. അപ്പോൾ എന്തെങ്കിലും റേഷൻ കടയിൽ അരിയല്ലേ, എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പോയി കിട്ടും. ചൂടുവെള്ളം നല്ലതല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ അരിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഫുള്ളായി വെള്ളം വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഇതിലേക്ക് മാറ്റി.
ഇത്രയും വെള്ളം വേണ്ട. വെന്തതിന് ശേഷം അരിയിൽ വെള്ളം കുറവാണ് വെച്ചാൽ പിന്നെ ഒഴിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ ഇതിലേക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ വെള്ളം എടുത്തു കേട്ടോ. പിന്നെ അങ്ങനെ ആകെ ഞാൻ അടച്ചു വെച്ചു ഈ വെള്ളപ്പാത്രം. പൊങ്ങി വെള്ളം ഇങ്ങനെ എന്താ പറയുക, ചോറ് തിളച്ച് പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കരണ്ടി എടുത്ത് മേലെ വെച്ചത്. അല്ലെങ്കിൽ അതിൻ്റെ അടപ്പ് വെറുതെ താഴെ വീണ് പോവും. അപ്പോൾ അമ്മ ഇങ്ങനെ വെക്കാൻ പറഞ്ഞപ്പോൾ അതങ്ങനെ വെച്ച്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ തേങ്ങയെല്ലാം ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രീൻ പീസിനുള്ള തേങ്ങയെല്ലാം റെഡിയാക്കി വെച്ചായിരുന്നു. ചൂടാക്കിയിട്ടാണ് കേട്ടോ തേങ്ങ അരയ്ക്കുന്നത്. ഇവിടെ എപ്പോഴും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി തേങ്ങൻ്റെ ഒപ്പം ചൂടാക്കിയിട്ടാണ് വെക്കാറ്. അപ്പോൾ പെട്ടെന്ന് കേട് വരത്തില്ല. പിന്നെ അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 5 വിസിലൊക്കെ എടുത്തായിരുന്നു. ഇനി ചിലപ്പോൾ 3 വിസിൽ വേഗത്തില്ല എന്ന് വെച്ചാൽ 5 വിസിൽ എടുത്തായിരുന്നു. അപ്പോൾ നന്നായിട്ട് വെന്തായിരുന്നു. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് തൊലിയൊന്നും കളഞ്ഞില്ല കേട്ടോ. എനിക്ക് ടൈമില്ലാന്ന് വെച്ച് ടൈമുണ്ട്, എന്നാലും ഞാൻ പെട്ടെന്ന് തൊലി കളയാതെ വെച്ചു. പിന്നെ അത് 3-4 ട്രിപ്പ് കഴുകിയായിരുന്നു, മണ്ണൊക്കെ ഉണ്ടാവുമെന്ന് വെച്ച്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അതിനൊപ്പം തന്നെ കുറച്ച് വേകാനിട്ടു കേട്ടോ. ഗ്രീൻ പീസിനൊപ്പം വേകാനിട്ടില്ലായിരുന്നു, പിന്നെ അതിൽ തന്നെ ഇട്ടായിരുന്നു. പിന്നെ അമ്മ ഇപ്പം എണീറ്റ് വരുമായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി കുറച്ച് വെള്ളം വെച്ചു, കാലൊക്കെ കഴുകാൻ. പിന്നെ പല്ല് തേച്ചിട്ട് വായെല്ലാം കഴുകുകയാണെങ്കിൽ അമ്മ ചൂടുവെള്ളം കൊണ്ടാണ് കഴുകുന്നത്, പല്ല് വേദന ഉള്ളതുകൊണ്ട്. പിന്നെ അങ്ങനെ പാല് നേരത്തെ മേടിച്ച് വെച്ചല്ലോ. നെക്സ്റ്റ് പരിപാടി ചായ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. 2 ഗ്ലാസ് പാലെടുത്തു, 2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഞാൻ പാല് വെക്കുന്നത്. അതിൽ കുറച്ച് പഞ്ചസാരയും പിന്നെ ചായപ്പൊടിയൊക്കെ ഇട്ട് ഒരുമിച്ചാണ് വെക്കാറ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അല്ലെങ്കിൽ പാലും സെപ്പറേറ്റായി കാച്ചിട്ട് അതിന് ശേഷം വെള്ളം വെച്ച് അതിൽ ഞാൻ ചായപ്പൊടിയൊക്കെ ഇട്ടാണ് വെക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ നെക്സ്റ്റ് പാല് വന്നിട്ട് ഈവനിങ് വെക്കാൻ വേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിട്ടോ, ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പോവുകയാണ്. ഈവനിങ് പാല് മേടിക്കാൻ പോകാൻ പറ്റത്തില്ല, കുറച്ച് ലോങ് ഉണ്ട്. രാവിലെ ആണെങ്കിൽ വീട്ടിൻ്റെ സൈഡിലൂടെ, വീട്ടിൻ്റെ ഫ്രണ്ടിൽ റോഡുണ്ട്, ആ റോഡിൽ കൂടി പോകും. അപ്പോൾ മേടിച്ച് വെക്കും. പിന്നെ അങ്ങനെ നമ്മൾ തേങ്ങയെല്ലാം അരച്ചായിരുന്നു കേട്ടോ. കറണ്ടും പെട്ടെന്ന് ഇടയ്ക്ക് ഇങ്ങനെ പോയായിരുന്നു. പിന്നെ എന്തോ ഞാൻ അരയ്ക്കുന്ന ടൈമിൽ കറണ്ടൊന്നും പോയില്ലായിരുന്നു. അപ്പോൾ പിന്നെ വേഗം തേങ്ങ അരച്ച് വെച്ചായിരുന്നു. ഇനി നെക്സ്റ്റ് അടുപ്പിൽ ചായ ഉണ്ടാക്കാൻ പോകും. ചായയെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. കുഞ്ഞടുപ്പിലാണ് ചായ വെച്ചേക്കുന്നത്. അപ്പം പിന്നെ അങ്ങനെ നമ്മുടെ കറിയെല്ലാം കടുക് പൊട്ടിച്ച് സെറ്റാക്കിട്ടോ. കറി അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. വാവൂസിന് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ വാവൂസിൻ്റെ ഇഷ്ടം പോലെയാണ് ഈ കറി വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ കറിയായി. ഇപ്പം നമ്മുടെ ചോറ് വെന്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിട്ടോ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി എൻ്റെ മേപ്പോലെയായി, ഇങ്ങനെ വളഞ്ഞിട്ടും അങ്ങനെയൊക്കെ പോയിട്ട്. ചില സമയം നേരെ കിട്ടും, ചില സമയം ഇങ്ങനെ വളഞ്ഞൊക്കെയാണ് പോവാറ് കേട്ടോ. അങ്ങനെ കുറച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. വാവൂസിനും പിന്നെ എനിക്ക് അമ്മയ്ക്ക് കഴിക്കാൻ രാവിലേക്ക് മാത്രം കറക്റ്റായിട്ടുള്ള കുറച്ച് ഉണ്ടാക്കി. പിന്നെ അച്ഛന് വെള്ളച്ചോറുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ പേയ്മെൻറ്റ് വീഡിയോ ഇഷ്ടമായില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.